രാജ്യ തലസ്ഥാനം നിന്ന് കത്തുകയാണ്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മൊത്തം ഒന്നടങ്കം രാജ്യ തലസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ ദേശീയ ആസ്ഥാനത്താണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും തടിച്ചുകൂടിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആം ആദ്മി അവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിരോധമാണ് അവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് വലിയ തരത്തിൽ പിരിഞ്ഞു പോകാൻ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തകർക്കോ നേതാക്കൾക്കോ യാതൊരു മാറ്റവുമില്ലാതെ ഇപ്പോഴും രാജ്യ തലസ്ഥാനത്ത് BJPയുടെ ദേശീയ ആസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നിരവധി ആം ആദ്മി പാർട്ടി നേതാക്കൾ ഒന്നടങ്കം BJPയുടെ ദേശീയ ആസ്ഥാനം വളഞ്ഞിരിക്കുകയാണ്. ദേശീയ ആസ്ഥാനത്തുണ്ടെന്ന BJPയുടെ പല നേതാക്കളും ഏതാണ്ട് ഓടിയടിച്ചുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന പല നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ മാർച്ച് വന്നപ്പോൾ തന്നെ കണ്ടം വഴി ഓടി എന്ന് കൂടി പറയേണ്ടി വരും. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനായി മോദിയും അമിത്ഷായും BJPയും അടക്കമുള്ള സംഘങ്ങൾ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ് ആം ആദ്മി പാർട്ടി നേതാക്കളടക്കമുള്ള പ്രവർത്തകർ BJP ദേശീയ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത്. ഒപ്പം വലിയ തരത്തിലുള്ള മുദ്രാവാക്യം വിളികളും അവിടെ മുഖരിതമായി നിൽക്കുന്നുണ്ട്. രാജ്യ തലസ്ഥാനം ഏതാണ്ട് സംഘർഷഭരിതമായാണ് നിലനിൽക്കുന്നത്. പോലീസ് പഠിച്ചപടി 18 നോക്കിയിട്ടും അവിടെ യാതൊരു വ്യത്യാസവുമില്ലാതെ യാതൊരു മാറ്റവുമില്ലാതെ ഇപ്പോഴും സമരം ശക്തമായി നടക്കുകയാണ്. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ അവിടെ പറഞ്ഞത് എന്നെയും ആം ആദ്മി പാർട്ടിയും തകർക്കാനാണ് BJPയും ഒപ്പം നരേന്ദ്രമോദിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിനി അറസ്റ്റ് ചെയ്യാനോ തടയാനോ കഴിയുമെങ്കിൽ തടയട്ടെ, ഞങ്ങളിതാ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എത്രത്തോളം ആൾക്കാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊന്നറിയണം എന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം ശക്തമായ സമരമാണ് ഇപ്പോൾ BJPയുടെ ദേശീയ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെ വേണം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭ MP സ്വാതി മണിമാറിന്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഫിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ മാർച്ച് നടക്കുന്നത്. അതായത് AAP അവിടെ വ്യാപകമായി മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇതുവരെയും അറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല അവിടെ ഡൽഹിയിലെ പല മേഖലകളും പല പ്രദേശങ്ങളും ഇപ്പോൾ ഏതാണ്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പല റോഡുകളും ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത്രത്തോളം ശക്തമായാണ് ആം ആദ്മി പാർട്ടി അവിടെ വ്യാപകമായി മാർച്ച് നടത്തുന്നത്. BJPയുടെ ആസ്ഥാനം തന്നെ വളഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് കഴിവുള്ളിടത്തോളം കാലം ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ, കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ BJPയുടെ തന്നെ ദേശീയ ആസ്ഥാനത്ത് ഇപ്പോൾ തടങ്കൽ തീർത്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഏവരെയും തടഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ മൊത്തം പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പ്രകടനത്തിനോ റാലിക്കോ ഒന്നിനും അവിടെ യാതൊരു അനുമതിയും കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ തന്നെ ACP സച്ചിൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അനുമതി പോലും നിഷേധിച്ച സ്ഥലത്താണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ ആം ആദ്മി പാർട്ടി പ്രകടനം നടത്തുന്നത്. DD മാള്, IP മാള്, അതുപോലെ വികാസ് പാർക്ക് എന്നിവിടങ്ങളെല്ലാം ഈ റോഡുകളെല്ലാം ഇപ്പോൾ പോലീസ് അടച്ചിരിക്കും. പലയിടത്തും നിരോധനാജ്ഞ വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ അവിടെ അവസ്ഥ എന്ന് പറയുന്നത് BJPക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ്. ആം ആദ്മി പാർട്ടി അത്രത്തോളം ശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പോലീസ് എത്ര പേര് അറസ്റ്റ് ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ പട്ടാളത്തെ ഇറക്കി ഞങ്ങളെ അടിച്ചമർത്തിയാലും ഞങ്ങൾ ശക്തമായി തന്നെ നേരിടുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ആരെ വേണോ അറസ്റ്റ് ചെയ്യാം, എത്ര പേരെ വേണോ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഇനി അങ്ങനെ നിങ്ങൾ ആരെയൊക്കെ അറസ്റ്റ് ചെയ്താലും ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും ഞങ്ങളുടെ പാർട്ടിയോ ഞങ്ങളെയോ തീർക്കാമെന്നുള്ള ഉദ്ദേശം BJPക്കോ മോദിക്കോ വേണ്ട എന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ച് പറയുന്നത്. ഒരുപക്ഷെ രാജ്യം കണ്ട BJPക്കെതിരെ നടക്കുന്ന കർഷക സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളോടൊപ്പം ചേർത്ത് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രതിരോധവും. അത്രത്തോളം ശക്തമായാണ് BJP ആസ്ഥാനത്ത് തന്നെ ആം ആദ്മി പാർട്ടി പ്രതിരോധം തീർത്തിരിക്കുന്നത്. ഒറ്റ നേതാക്കന്മാരെയും BJPയുടെ തന്നെ ഒരു നേതാക്കന്മാരെ ആ പ്രദേശത്ത് കാണാനില്ല എന്ന് മാത്രമല്ല, പ്രകടനം വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പല നേതാക്കളും കണ്ടം വഴി ഓടി ഒളിച്ചു എന്ന് വേണം പറയാൻ. അത്രത്തോളം ശക്തമായ സമരമാണ് ഇതാ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.